അപ്പോൾ ഇതാ നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ 4ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇനി നമ്മൾ 10 ദിവസം കൂടി ഉള്ളൂ. അപ്പം നമുക്ക് ഇന്ന് ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഞാൻ കുറച്ച് റൈസൊക്കെ ഒഴിവാക്കാൻ ഈ 10 ദിവസമല്ലുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് കുറക്കേണ്ടത് എത്രയെന്നൊന്നും ഞാൻ മനസ്സിലില്ല. എന്നാലും ഇപ്പോൾ 91 എന്നൊക്കെ ഉള്ളത് ഒന്ന് കുറഞ്ഞ് വീണ്ടും 88 എന്നൊക്കെ 87 ആ ഒരു വെയിറ്റിലേക്ക് എത്തണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. 87 തന്നെ വെയിറ്റ് ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നോമ്പ് മുതൽ ഇങ്ങനെ നോമ്പിനോ അങ്ങനെ ഏതായാലും ഞാൻ 87 എന്നുള്ള വെയിറ്റ് കുറേ കാലമായിട്ട് കാണുന്നുണ്ട്. നമുക്ക് അതിൻ്റെ വീഡിയോയിൽ പിന്നെ കമൻറ്റ് ഉണ്ടായിരുന്നു, ഞങ്ങളപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 10 കിലോ കുറഞ്ഞു, ഇതുവരെ കുറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സത്യമാണല്ലേ. ഞാൻ അങ്ങനെ ഒരു എന്താ പറയുക, കുറച്ച് കുറക്കും പിന്നെ നിർത്തും, കുറച്ച് കുറക്കും അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് പറഞ്ഞില്ല, എനിക്ക് വലിയ നിർബന്ധമല്ല ഇനി കുറയണം നിന്ന് 110 എന്നൊക്കെ ഉള്ള നിന്നേന്ന്. പിന്നെ 80 എന്നാണ് എൻ്റെ മനസ്സിൽ, 80-ലേറെ കുറയണം അല്ലെങ്കിൽ 70 ആവണം അങ്ങനെയൊന്നും എനിക്ക് ഇപ്പോഴും ഇല്ല, അന്നുമില്ല ഇന്നുമില്ല കേട്ടോ. കാരണം അധികം മെലിയാനോ അങ്ങനത്തെ ആഗ്രഹമൊന്നും എനിക്കില്ല. പിന്നെ കാരണം കുറച്ചൊക്കെ ഫുഡ് കഴിച്ച് അങ്ങനെയൊക്കെ ആ ഒരു രീതിയിലാണ്. എന്നാലും 80-85 അതിൻ്റെ ഉള്ളിൽ ആ ഒരു രീതിയിൽ 80 എന്നാണ് എൻ്റെ മെയിനും. അപ്പോൾ അത് ഞാൻ പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് ചെറുപയറാണ് നിൽക്കട്ടെ. അപ്പം ആ ഒരു വെയിറ്റ് അത് കണ്ട് നടക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ സാധനങ്ങളാണ്ട് ഇറങ്ങും നമുക്ക് കഴിക്കാനുള്ള. ഇപ്പോൾ ഇതാ ക്രീം ബണ്ണോ സംഭവം എന്തൊക്കെയോ ഇറാനി ചായ അത് കുടിക്കണം വിചാരിച്ച ആർക്കൽ കുറേ ആയി. പിന്നെ അതേപോലെ സൈലബാലിലെ ആ സംഭവം അത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം മഞ്ചേരി പോയപ്പോൾ ആ സാധനം തിന്നു, എന്താ ചീസ് ബോംബ് പോലത്തെയുള്ള കുനാഫൻ്റെ ആ ഒരു സംഭവമൊക്കെ, എൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അത് എന്താണ് അത് ടേസ്റ്റിൻ്റെ അമ്മോ. അതൊക്കെ കഴിഞ്ഞ വർഷം മഞ്ചേരി പോയപ്പോൾ കഴിച്ചു. പിന്നെ ഇനിയിപ്പോൾ 15 ദിവസം ഈ ഒരു ഞാൻ പറയില്ലേ 2 ആഴ്ച ഞാൻ അങ്ങനത്തെ ഒന്നും കഴിക്കൂല എന്ന് വിചാരിച്ച് പിന്നെ എങ്ങനെയെങ്കിലും കുറച്ച് 80 ആ ഒരു ലെവലിൽ തന്നെ ആക്കിയിട്ട് ശേഷം പിന്നെ നമുക്ക് കഴിക്കാം. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ലോസിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇടാത്തത്. കാരണം എനിക്ക് പറ്റണില്ല, എനിക്ക് പറ്റാത്തത് ഞാൻ വേറെയുള്ള പോലെ പറ്റിച്ചിട്ടെന്താ കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഏതായാലും ഇപ്രാവശ്യം വിചാരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല 2 ദിവസം പരിപാടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്തിട്ട് ജനുവരി 1-ാം തീയതി വരെ ചെയ്യണം എന്നൊക്കെയാണ്. കാരണം നമ്മൾ ഒരു ന്യൂ ഇയർ അല്ലേ, ന്യൂ ഇയർ ഒക്കെ ആകുമ്പോൾ അത് എന്തെങ്കിലും ഒരു മാറ്റമാണെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. നടക്കുമെന്നൊന്നും ഒരു ഉറപ്പും എനിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറയാം, നമ്മൾ കിച്ചണൊക്കെ എത്തിയിട്ടുണ്ട്, കുറേ പണിയുണ്ട്, സമയം അല്ലെങ്കിൽ തന്നെ വൈകി ഓരോരോ പണികൾ ഇങ്ങനെ കഴിഞ്ഞ് മുറ്റമൊക്കെ അടിച്ചു വാരി, പിന്നെ ചെറുപയർ അടുപ്പത്ത് വെച്ചു, അങ്ങനെ കുറച്ച് ക്ലീൻ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മുൻഭാഗമൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചു അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ സംഗതികൾ അടുക്കി പൊറുക്കി വെച്ചു കിട്ടും, എന്നാലും തീർന്നിട്ടില്ല. കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ ഇനിയും ചെയ്യാനുണ്ട്. ഈ ഒരു ഭാഗമൊക്കെ ഇവിടെ ഒന്നും ഒരു സാധനം വെക്കരുത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഒന്നും വെക്കണില്ല ഞാൻ. ഒരു ജസ്റ്റ് സ്റ്റീലിൻ്റെ നമ്മൾ പാത്രം കഴുകിയിരുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ഇവിടെ വെക്കണം എന്നാണ് വിചാരിക്കുന്നത്. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴുകി അതിലേക്ക് ഇടാം. വെള്ളം വാർന്നതിന് ശേഷം ഈ കബോർഡിലൊക്കെ വെക്കാമല്ലോ. അപ്പോൾ വെള്ളം വാരാതെ ഇതിലേക്കൊന്നും വെക്കാൻ വയ്യ. പിന്നെ നമുക്ക് അതിലൊന്നും വെള്ളം ആവാൻ പറ്റൂലല്ലോ. അതാകണത് ഇവിടെ ഞാനിങ്ങനെ നമ്മുടെ കയ്യിലുകളും പാത്രങ്ങളും അങ്ങനത്തെ സ്പൂണുകളും കയ്യിലുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് നോക്കിയെടുക്കാൻ എളുപ്പമാണ്. പക്ഷേ ഇതിലേക്ക് വെക്കണമെങ്കിൽ എന്താണ് വെള്ളം പറ്റൂലല്ലോ, വെള്ളം ആവാതെ വെക്കാം എന്നുള്ളതുകൊണ്ട് പിന്നെ അത് വെക്കാനുള്ള കൊട്ട വാങ്ങണം. അത് ഓൺലൈനിലൊന്ന് നോക്കണം വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ പെട്ടെന്ന് എടുക്കാനുള്ള കറിപ്പാത്രം അങ്ങനെയുള്ള സംഭവങ്ങളാണ്. എന്നാലും ഇനി ഇവിടെ കുറച്ചുകൂടെയൊക്കെ വെക്കാനുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഈ താഴെയാണ് നമ്മൾ പ്ലേറ്റുകളും കാര്യങ്ങളൊക്കെ അടുക്കി പൊറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലേറ്റുകൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. നമ്മളിപ്പോൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ സ്പെഷ്യൽ എടുക്കാനുള്ള പാത്രം ഒരു ഡിന്നർ സെറ്റ് ഉണ്ട്, അതാണ് ആ മുകളിൽ കേട്ടോ ഇവിടെ അതിൽ കുറേ പ്ലേറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഇങ്ങോട്ട് ഇറക്കിയിട്ടില്ല. പിന്നെ കുറച്ച് ഇതൊക്കെയാണ് ഈ ഭാഗത്തൊക്കെ കുറേ അറേഞ്ച് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഒന്നങ്ങോട്ട് ക്ലീൻ ആയിട്ടേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. വെള്ളം ചൂടാക്കാനുള്ള വെച്ചതാണ് ഇട്ടത്. ഇനി കുറച്ചും കൂടി സംഗതികളൊക്കെ ചെയ്യാനുണ്ട്. ഇതൊക്കെ കുറേ അലക്കാനുണ്ട്. പിന്നെ പുറം കണ്ടോ ആകെ അലമ്പായി കിടക്കുന്നു. അപ്പോൾ അതൊക്കെ ഈ ഒരു പരുവത്തിലാക്കി സെറ്റാക്കി. ഇവിടെയൊക്കെ എന്തൊക്കെയോ എല്ലാം വലിച്ചു വാരി ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ അടുക്കി പൊറുക്കിയത്. ഈ ഒരു കബോർഡ്, ഇത് നമ്മളെ സ്റ്റോർ റൂമത്തെ കബോർഡായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അത് ഉള്ളിലിട്ടതായിരുന്നു. അത് കേടുന്നിട്ടാണ് ഞങ്ങളത് മാറ്റി. അപ്പോൾ ഇത് ഇനി പുറത്തിങ്ങനെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് പാത്രം കഴുകി വെക്കാനോ എന്തെങ്കിലുമൊക്കെ ചെരുപ്പ് ഇങ്ങനെയൊക്കെ വെക്കാം ഇവിടെ നിന്നോട്ടെ എന്ന് കരുതി. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ഏകദേശം ക്ലീനായി സെറ്റായിട്ടുണ്ട്.
നീ അവിടെ കുറേ കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ളതൊക്കെയാണ് കേട്ടോ. ഞാനെൻ്റെ പിന്നെ വെള്ളം ചൂടായി നോക്കാം. ഇപ്പം സ്റ്റിച്ചാക്കിയത് ഞാൻ കാണിച്ചത്. ഇതിപ്പോൾ ഈ തുണി എന്താ അറിയോ, ഇതിൻ്റെ ഐറൂസ് പെട്ടെന്ന് അങ്ങോട്ട് അതിൻ്റെ ഉള്ളിൽ കയറാതെക്കാൻ വേണ്ടിയിട്ട് വിരിച്ച് വെച്ചതാട്ടോ. ഇത് ഇവിടുന്ന് ഒഴിവാക്കുകയെ അതിന് സ്റ്റോർ റൂം ഇതാണ്. അപ്പോൾ അതൊക്കെ അടുക്കി പൊറുക്കി വെച്ചിട്ടുണ്ട്. ഇത് അപ്പുറത്തെ പിന്നെ വെള്ളം നിന്നതാ, ഇതൊക്കെ നമ്മളെ വെള്ളം നിന്നിട്ടുള്ള പൂലാണ് കേട്ടോ. അപ്പുറത്ത് ഇത് ശരിക്കും മതിലാണ് ഞങ്ങളെ എടുത്ത് ഇതൊരു സ്റ്റോർ റൂം ആയതാണ്. അത് ആദ്യം ഒരു വിറക് പെരയുന്നു, വിറകിടാനുള്ള പെരയുന്നു ഒക്കെ കൂടെ. അങ്ങനെ നമ്മൾ വിറകൊക്കെ കൊണ്ടുപോയിട്ട് അന്ന് വിറക് കത്തിക്കണ അടുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് പോയപ്പോൾ പിന്നെ വിറകടുപ്പ് പോയപ്പോൾ നമ്മൾ ചെറിയൊരു സ്റ്റോർ റൂം ആക്കിയതാണ്. അപ്പോൾ ആ പുറത്ത് കണ്ട കബോർഡില്ലേ, ആ പുറത്ത് നമ്മൾ കാണിച്ച കബോർഡില്ലേ, അത് ഇവിടെയായിരുന്നു കേട്ടോ ആദ്യം. അപ്പോൾ ഇവിടെ ഇട്ടിട്ട് അതിലായിരുന്നു പാത്രം. ഇപ്പോൾ കുറേ ആയി, ഒരു 10-15 കൊല്ലമായിട്ട് അത്. അപ്പോൾ അതിങ്ങനെ പ്ലൈവുഡ് അല്ലേ, വെള്ളമൊക്കെ വെച്ച് ആകെ എന്താ പറയുക നാശമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്ത് കഴിഞ്ഞാൽ അത് വേണ്ട വെച്ചു. പിന്നെ ഇതൊക്കെ ഇവിടെ ഇറക്കി പൊറുക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി. ഈ നമ്മൾ പഴയ പാത്രം വെക്കുന്ന സംഭവം ഇങ്ങോട്ട് ഈ മേശപ്പുറത്തേക്ക് വെച്ചു. എല്ലാം നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാ പാത്രങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു രീതിയിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ ഒരു വിറക് പെര എടുത്ത് ഇപ്പോൾ ഒരു 20 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് സ്റ്റോർ റൂമായിട്ട് അടിപൊളിയായിട്ട് ഉപയോഗിക്കാം. എത്ര സാധനം അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അടുക്കളയിൽ വല്ലാതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് അടുക്കളയിൽ ഞാനാണ് അവിടെയും കൂടി, ആ ജനാലിൻ്റെ അവിടെയും കൂടി ഒന്നും വേണ്ടെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ അതേപോലെ ഇതൊക്കെ നമ്മൾ തുടക്കുന്ന കൈക്കല കഷ്ണമാണ്. അപ്പോൾ അതൊക്കെ ഇവിടുന്ന് ഒഴിവാക്കണം. അങ്ങനെ കുറച്ച് പണികളും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ അടുക്കളയുടെ പണി എന്തായി എന്നൊക്കെ ചോദിച്ച് കുറച്ച് പേരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് കാണിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ നമ്മളെ എന്താണ് വെയിറ്റ് ലോസിൻ്റെ. നമുക്ക് ആദ്യം വെള്ളം കുടിക്കാം. അപ്പോൾ അതാ ഞാൻ ചുടുവെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കുടിച്ചിട്ടാണ് തുടങ്ങുക. നമുക്കൊരു 10 മണി വരെ ഇത് കുടിച്ചിട്ട് അങ്ങനെ നിൽക്കാം. 10 മണിക്ക് ശേഷമാണ് ഫുഡ് കഴിക്കുക. പിന്നെ ഇന്നത്തെ ഞാൻ വിചാരിക്കുന്നത് അരിഭക്ഷണം തീരെ വേണ്ട. അപ്പം നമ്മൾ ഇന്നലെയൊക്കെ ദോശയും ചപ്പാത്തിയും സംഗതികളൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്ന് മുതൽ ഇനി അരിഭക്ഷണം വേണ്ടാന്ന് വിചാരിക്കുന്നുണ്ട്. 10 ദിവസം നമുക്ക് മുട്ടയും പച്ചക്കറികൾ, ചെറുപയർ, മമ്പയർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാം. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് സ്ട്രിക്റ്റ് ആവുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു 4 മണി എന്നുള്ളത് ചിലപ്പം ഒരു 3 മണിക്കൊക്കെ നിർത്തണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അത് ഞാൻ ഉറപ്പ് പറയണില്ല, അറിയില്ല എനിക്ക് നമുക്ക് നടക്കും എന്നുള്ളത്. ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് ഒന്നും കൂടി ഒന്ന് പെട്ടെന്ന് വെയിറ്റ് പറയാനായിട്ടോ. പെട്ടെന്ന് വെയിറ്റ് കുറഞ്ഞതിനും അല്ലെങ്കിൽ ശരിയാവില്ല. അതിൻ്റെ 80 കാണണ്ടേ. 90.9 ഇന്നലെ കണ്ടു. ഇന്നത്തെ വെയിറ്റ് എത്രയെന്നുള്ളത് ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് കാണിക്കും. അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ഒക്കെ എന്താവും സ്കിപ്പ് ഇങ്ങനെ ആ വെയിറ്റ് കണ്ടാൽ മുഴുവൻ കാണാതെ ഒറ്റ ഇറങ്ങിപ്പോലെ. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ എന്തായാലും കാണുമല്ലോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. ഞാൻ ചെറുപയർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചെറുപയർ കറി ഉപ്പുമാവാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നമ്മൾ ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ രാവിലത്തേക്ക് ഉപ്പുമാവും ചെറുപയർ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഉപ്പുമാവിനുള്ളതാണ് ഞാൻ ഈ തൂമിച്ചെടുക്കുന്നത്. ഇച്ചിരി സൺഫ്ലവർ ഓയിലും നല്ല നെയ്യും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനെ ഉള്ളി വഴറ്റി എടുക്കുന്നത്. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ കുറച്ച് നല്ല നെയ്യും ചേർത്താൽ നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. വറുത്ത റവ അല്ലാത്തതുകൊണ്ട് ഒരു ചെറുതായി ഒട്ടിപ്പിടിക്കണ വരെ ഇങ്ങനെ തോന്നുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ ചെറിയ തീയിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തപ്പോൾ കണ്ട് റെഡിയായി വന്നു കേട്ടോ. സാധാരണ ഇവിടെ റവ കൊണ്ടുവരുമ്പോൾ വറുത്ത പാക്കിൽ കിട്ടുമല്ലോ, അങ്ങനെയാണ് കൊണ്ടുവരാറുള്ളത്. ഇപ്പോൾ ഇപ്രാവശ്യം എന്താ അറിയില്ല, വറുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര മടി അപ്പോൾ വറുക്കാനൊക്കെ. അപ്പോൾ ഞാൻ ആകെ കുറച്ചുണ്ടാക്കി മതിയില്ല. അപ്പോൾ എനിക്കത് വറുത്തെടുത്ത് പിന്നെ അതൊന്ന് തൂമിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ ഒരു ചെറിയൊരു മടി കിട്ടുക. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായിട്ട് ഉറച്ച് വന്നു. പിന്നെ അത് ആ ചെറുപയർ കറിയാണ് ഉണ്ടാക്കിയത്. അത് മുളപ്പിച്ച ചെറുപയറാണ്. ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ടിട്ട് ഊറ്റി വെച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചതായിരുന്നു. പിന്നെ രാവിലെ ആയപ്പോൾ ഇങ്ങനെ മുളച്ച് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉപ്പും
മഞ്ഞപ്പൊടിയും വെച്ചിട്ട് ആകെ വേവിച്ചെടുത്തു. ഐറൂസിനുള്ളത് മാറ്റി വെച്ചിട്ട് ഉള്ളിയും മസാലകളൊക്കെ ഇട്ടിട്ട് ഒന്ന് മുളക് പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തിട്ടോ. നന്നായിട്ട് വന്നതുകൊണ്ട് തന്നെ മുളപ്പിച്ചതാണെന്ന് തോന്നണമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും പ്രോട്ടീൻ അങ്ങോട്ട് അകത്തേക്ക് കയറിക്കോട്ടെ. മക്കളൊക്കെ മുളപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. പിന്നെ ഞാൻ നന്നായിട്ട് വേവിച്ച് നമ്മൾ തൂമിച്ചെടുത്തപ്പോൾ ഇതുമൂരൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെ അവൾ മദ്രസൊക്കെ വിട്ട് വന്നു, ഫുഡൊക്കെ കഴിച്ചു, റെഡിയായി പോവാൻ ഇറങ്ങാണ്. അപ്പോൾ രാവിലെ ഒന്നും ഇതുമ്മു ഐറൂസിനെ കാണാറില്ല കേട്ടോ. രാവിലെ അവൻ എണീക്കണമെങ്കിൽ ഒരു 10:30-11 മണിയൊക്കെ ആവും. അപ്പോൾ ഇതുമ്മ ഒരു 9:30 ആകുമ്പോൾ പോകുമല്ലോ. അപ്പോൾ ഓനെ കാണാതെ പോകുമ്പോൾ ഓക്ക് ഭയങ്കര ഇടങ്ങാറാട്ടോ. ഐറൂസ് എപ്പോഴും എഴുന്നേൽക്കുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കും. ഞാനാണെങ്കിൽ ഉണർത്താൻ സമ്മതിക്കൂല കേട്ടോ. ഓളിങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കും ഉണരാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നടന്ന സൗണ്ടൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഞാൻ പറയും വേണ്ട, അമ്മച്ചീൻ്റെ പണി കുറച്ച് തീർക്കട്ടെ, ഉണരുമ്പോൾ കുറച്ച് പണി തീർക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവളോട് ഉണർത്താൻ സമ്മതിക്കൂല കേട്ടോ. അങ്ങനെ അപ്പോൾ പോവാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗം ചോറും അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഊറ്റാനായി. ഇതുമ്പോൾ പോണതിന് മുന്നേ വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും തിളച്ച് ചോറോട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഊറ്റി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ ഐറൂസ് എഴുന്നേറ്റ് വന്നത് കേട്ടോ. പിന്നെ ഓനും കൊണ്ടാണ് ഇപ്പോൾ ചോറ് ഊറ്റണത്. ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് ഗീ റൈസാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഒന്നമ്മ നോർമൽ സാദാ ചോറ് ഉണ്ടാക്കിക്കോ, സാദാ ചോറ് കഴിക്കാനൊരു ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ചോറ് രാവിലെ തന്നെ ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും എൻ്റെ ഐറൂസ് ഒക്കത്ത് കയറി ഇരിപ്പുണ്ട് കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ ഓൻ ഇതൊക്കെ കാണാം കേട്ടോ. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന പണികളൊക്കെ ഓനിങ്ങനെ കാണണം. അപ്പോൾ ഓന് ഒക്കത്ത് കയറി ഇരുന്നിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന പണികളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഒരു പല്ലൊക്കെ തേക്കണം, മുഖമൊക്കെ കഴുകി കൊടുക്കണം, ഫുഡൊക്കെ കൊടുക്കണം, രാവിലെ പാലൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ നോക്കിയപ്പം ഞാനും മോളും ഒന്ന് ബട്ടർ കോഫി കുടിക്കണം എന്നൊരു രാവിലെ ഞങ്ങൾ രണ്ടാളും കൂടി അത് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എണീറ്റ് ഞാൻ ഓളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു കേട്ടോ. കാരണം അത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ചുണ്ടാക്കണമല്ലോ. അപ്പോൾ അതിന് ഓൾ വന്നിട്ട് ഒരുമിച്ച് ഉണ്ടാക്കാമെന്ന് കരുതി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പോഴാണ് ഓൾ എണീറ്റ് വന്ന് പല്ലൊക്കെ കഴുകി വന്നപ്പോഴാണ് ഞാൻ കോഫി പൊടി ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബ്രൂ കോഫീൻ്റെ ചെറിയ പാക്ക് ഉണ്ടല്ലോ 2 രൂപേൻ്റെ, അത് തന്നെ വാങ്ങി വെക്കാറാണ്. അപ്പോൾ അത് ഇല്ല, കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾ ഞാൻ പോയി കൊണ്ടുവരാം, ഐറൂസിനെ കൈ പിടിച്ചതാ അവൾ പോയി കൊണ്ടുവരാൻ പോയതായിരുന്നു. രണ്ടാളും കൂടി പോയി വന്ന് കഴിച്ചാണ് ഈ കാണുന്നത്. ഐറൂസിൻ്റെ കയ്യിലുള്ള കോല് മുട്ടായിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബട്ടർ കോഫിയൊക്കെ അടിക്കണം. അതിന് മുമ്പ് എൻ്റെ ഐറുമുത്ത് ഇങ്ങനെ മുട്ടായി തൊളിച്ചു തരാനൊക്കെ ഇങ്ങനെ പറയാണ്. പിന്നെ റോബസ്റ്റ പഴം വാങ്ങിയിട്ടുണ്ട്. ഓട്സ് ഉണ്ടാക്കുമ്പോൾ അതിലിടാൻ വേണ്ടിയിട്ട് റോബസ്റ്റ പഴം വാങ്ങി. അങ്ങനെ ഞങ്ങൾ ബട്ടർ കോഫി അടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഇവിടെ ഇന്ന് രാവിലെ എൻ്റെ ഹസ്ബൻഡ് മീൻ, നല്ല അടിപൊളി മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പൊരിച്ചിട്ട് നല്ല ടേസ്റ്റുള്ള മീനാണ്, പേരൊന്നും എനിക്കറിയില്ല. ഏതായാലും ഞാനത് മസാല തേക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ ഇത് മുളകിടാനുള്ളതാട്ടോ, മാറ്റി വെച്ചത് കുറച്ച് തലയും വാലൊക്കെയാണ്. പിന്നെ മുളകിടാനുള്ള ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുവിധ പണികളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഇത് ഒന്ന് ബട്ടർ കോഫി ഒന്ന് കുടിക്കാം. കുടിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് മീൻ കറിയൊക്കെ ഉണ്ടാക്കാൻ കരുതി. കാരണം സമയം 11 മണിയായിട്ടുണ്ട്. അപ്പോൾ അത് വിശക്കുണ്ട്. ഇതുവരെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ 10 മണിക്ക് നമ്മൾ ഫാസ്റ്റിങ് കട്ട് ചെയ്യുന്നതാണ്, പക്ഷേ ഇതുവരെ ഞാനൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ബട്ടർ കോഫി അടിക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് വാതിൽ വെല്ലടിച്ചത്. ആരാ? മോളൂൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. അപ്പോൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നതാണ്. വന്നപ്പോൾ ഐറൂസിന് എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട്, എന്തൊക്കെയോ കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഓന് പാമ്പേഴ്സ് മാറ്റി കൊടുക്കുകയാണ് മോളൂൻ്റെ. പിന്നെ രാവിലെ എണീറ്റിട്ട് പാമ്പേഴ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിലാണ്ടൊക്കെ പോയി വന്നപ്പോഴേക്കും പാമ്പേഴ്സ് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. വേഗം മാറ്റി കൊടുക്കാൻ വേണ്ടി നിന്നും. അത് കഴിഞ്ഞപ്പോൾ ഓന് കൊണ്ടുവന്ന ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് തോക്ക്, പാവക്കുട്ടികളെ, പിന്നെ കളിക്കാനുള്ള കുറേ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. ട്രിപ്പിന് പോയപ്പോൾ കൊണ്ടുവന്നത്. വേറെ മോളൂന് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. ഇനി ഇവിടുന്ന് എന്തേ വാങ്ങാം, അവിടെ അങ്ങനെ നല്ല ഐറ്റംസ് ഒന്നും ഇല്ല. ഇനിയിപ്പോൾ കൊണ്ടുവന്നാലും ഓക്ക് പറ്റൂല. അപ്പോൾ ഇവിടുന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ വേഗം വാട്ടർ കോഫി ഉണ്ടാക്കി കുടിച്ചിട്ടോ. ഞാൻ വിശന്നിട്ട് വയ്യ. നമ്മൾ ഇന്നലെ വൈകുന്നേരം കഴിച്ച് നിർത്തിയതല്ലേ. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ വാട്ടർ കോഫി കുടിച്ചു. മോളൂനുള്ളത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു ഈത്തപ്പഴം, പിന്നെ വാൾനട്ട്, അതായത് മോള് തന്നതാണ് കേട്ടോ. ഓള് ഓട്സൊക്കെ ഇടുന്നതാണ്. അപ്പോൾ എനിക്ക് ഓട്സ് ഓൾ ഉണ്ടാക്കണുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് ഓട്സ് വേണ്ട, എനിക്കിത് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഈത്തപ്പഴം വാൾനട്ടാണ് അത് കഴിക്കുന്നത്. എനിക്ക് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അത് നമ്മളെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം, ഞാനിത് ഇങ്ങനെ കഴിക്കാറുണ്ട്. അപ്പോൾ അത് ഞാൻ കഴിച്ചിരുന്നു. അപ്പോൾ മോളിൽ ഹസ്ബൻഡും വിശന്നിട്ടാണ് വരുന്നത്. അപ്പോൾ ഓന് ഞാൻ വേഗം ഫുഡ് ഉണ്ടാക്കി കൊടുത്തു. പിന്നെ രാവിലത്തെ ഉപ്പുമാവ് ഉണ്ട്. അപ്പോൾ പക്ഷേ ഉപ്പുമാവ് മാത്രം വെച്ച് കൊടുക്കാൻ എനിക്കൊരു മടി കേട്ടോ. പിന്നെ ഞാൻ വേഗം ദോശയൊക്കെ ചുട്ട് കൊടുത്തു, മീൻ പൊരിച്ചതൊക്കെ കൊടുത്തു. പക്ഷേ ഉപ്പുമാവും
മീൻ പൊരിച്ചതാണ് കഴിച്ചത്. ചെറുപയർ കറിയൊക്കെ കൂട്ടി കഴിച്ചു. പിന്നെ അവിടെ കിടക്കണുണ്ട്, ഇനി കുളിക്കണം, കുളിച്ച് മാറ്റിയിട്ട് വേണം പോകാനെന്നൊക്കെ പറയുന്നുണ്ട്. യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു ക്ഷീണമാവുമല്ലോ. അപ്പോൾ അവരവിടെ പിന്നെ ഹൈറൂസിനായിട്ട് പോകാൻ അങ്ങനെ കളിപ്പിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് മോള് ഇവിടെ വന്നിട്ട് ഇതാ പിന്നെ ഒരു ഓട്സിൻ്റെ ഷെയ്ക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കുന്ന ഒരു തിരക്കിലാണ് ഓള്. അപ്പോൾ അതിൽ വീഡിയോയിൽ കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കി ഇങ്ങനെ ചെയ്യാണ് കേട്ടോ. ആ സമയം ഞാനൊരു പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 12 മണി 12:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബട്ടർ കോഫി പിന്നെ വാൾനട്ടും ഈത്തപ്പഴം കഴിച്ചതിന് ശേഷം ഇതാ 12 മണിയൊക്കെ ആയിട്ടുണ്ട്. 11 മണിക്കാണ് നമ്മൾ ബട്ടർ കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പ്. അപ്പോൾ ഞാൻ ആ ഒരു പഴം കഴിച്ചു. റോബസ്റ്റ പഴമാണ് കേട്ടോ. അപ്പോൾ അധികം കലോറി ഒന്നുമില്ല. ഡയറ്റ് ചെയ്യുന്നവർക്ക് പറ്റിയൊരു സംഭവമാണ് ഈ റോബസ്റ്റ പഴം. അങ്ങനെ ഞാൻ പിന്നെ വേഗം മീൻ കറി ഉണ്ടാക്കി, മീൻ പൊരിച്ചു. കുറച്ച് ആദ്യം മോളുൻ്റെ ഹസ്ബൻഡിനൊക്കെ പൊരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പം ഞങ്ങൾക്കുള്ളതാണ് കേട്ടോ. നല്ല അടിപൊളി മീനാണ്. കഴിക്കാൻ അങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ അതവിടെ നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ നമ്മൾ വാട്ടിയിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് മീൻ കറി ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അങ്ങനെ എക്സ്ട്രാ പുളി പാരുന്നുണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ ഞാനിതാ ഒരു 2 മണിയൊക്കെ ആയപ്പം കഴിച്ചത് ഇതാണ് കേട്ടോ. പിന്നെ 2 മീൻ വറുത്തതെടുത്തു, കുറച്ച് പിന്നെ എന്താ പറയുക തൈരെടുത്തു. പിന്നെ മോള് രാവിലെ പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ കാപ്പിപ്പൊടിയും ഇതൊക്കെ വാങ്ങാൻ പോയപ്പോൾ ഞാൻ തൈരും കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ തൈരും കൂട്ടി പിന്നെ രാവിലത്തെ ചെറുപയറും 2 മുട്ടയൊക്കെ എടുത്തിട്ട് ഇതാണ് നമ്മൾ ഉച്ചക്ക് ലഞ്ചായിട്ട് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിനി അരിഭക്ഷണം വേറെ ഉള്ളതൊന്നും കഴിക്കണില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ അങ്ങനെ റൈസ് ഐറ്റംസുകളോ അല്ലെങ്കിൽ ചപ്പാത്തിയോ അല്ലെങ്കിൽ ഒന്നും അങ്ങനത്തെ സംഭവങ്ങളൊന്നും കഴിക്കണില്ല കേട്ടോ. ഇനി കുറച്ച് ഓട്സൊക്കെ കഴിക്കണം എന്നുണ്ട്, പക്ഷേ ഇന്ന് ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. ഇതാണ് നമ്മുടെ ഉച്ചക്കത്തുള്ള അവരവിടെ ചോറൊക്കെ കഴിക്കുന്നുണ്ട്. ചോറും നല്ല മീൻകറിയും മീൻ വറുത്തതും ഒക്കെ കൂട്ടീൻ്റെ കെട്ടിനൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു സംഭവം കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിലേറെ എല്ലാം കൂടി ഒരുമിച്ചാവുമ്പോൾ നമുക്ക് വിശപ്പ് മാറുമല്ലോ. രാവിലെ മുതൽ ഉച്ച വരെ നമ്മൾ വലിയ രീതിയിൽ ഫുഡൊന്നും കഴിച്ചിട്ടില്ലെങ്കിലും ഉച്ചക്ക് ഇതൊക്കെ പാടെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. കുറേ എന്തൊക്കെയോ കഴിക്കാനുള്ള പോലെ മുട്ട ഇങ്ങനെ ചെറുപയറിലിങ്ങനെ മുക്കി പിന്നെ തൈരൊക്കെ കൂട്ടി മീനും ഒക്കെ കൂട്ടി ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിക്കാനിരുന്നപ്പോൾ മോളും പറഞ്ഞു എന്നാൽ എനിക്കും പിന്നെ വിശക്കണുണ്ട്, എനിക്കും മുട്ടയും ഇതൊക്കെ മീനൊക്കെ തന്നാളാന്ന് പറഞ്ഞപ്പോൾ ഞാൻ മീൻ ഞങ്ങൾ പൊരിച്ചത് എൻ്റെ ഹസ്ബൻഡിനും പിന്നെ ഇതുമോനും ഞാനൊക്കെ തിന്നപ്പോൾ പിന്നെ പൊരിച്ചത് കഴിഞ്ഞു. ഞാനങ്ങനെ എല്ലാം കൂടെ പൊരിച്ച് വെക്കാറില്ല. അതിൽ നിന്ന് പിന്നെ കുറേശ്ശെ ആവശ്യത്തിന് അങ്ങനെ എടുത്ത് പൊരിക്കാറേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ കഴിച്ചതിന് ശേഷം മോളിന് പൊരിച്ചെടുത്ത് അപ്പോൾ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു 4 മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കൽ നിർത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ആ ചായ വീഡിയോ എടുക്കാൻ മറന്നുപോയി, എന്താ അറിയില്ല. ബട്ട് ഞാൻ അങ്ങനെ ഞാനും മോളും ഒക്കെ ചായ കുടിച്ചു. രണ്ടാളും ഇപ്പോൾ ഏകദേശം ഒരേ ഒരു ഡയറ്റിൽ തന്നെയാണ് ഈ പോണത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വെയിറ്റ് അറിയണ്ടേ, 90.5 ഇന്നലെ 90.9 അപ്പോൾ നമ്മൾ 400 ഗ്രാം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ വെയിറ്റ് ലോസ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറഞ്ഞ് വരുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ആണല്ലോ. അപ്പോൾ 400 ഗ്രാം കുറഞ്ഞ് 90.5 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇതൊക്കെയാണ് കഴിച്ചിട്ടുള്ളത്. നാളെ ഇങ്ങനെയൊക്കെ പോകണം എന്ന് തന്നെ വിചാരിക്കണത്. എന്തായാലും നാളത്തെ വീഡിയോ ആയിട്ട് നാളെ കാണാം. അരിഭക്ഷണം ഒഴിവാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ബൈ ബൈ.